കുമാർ കള്ളക്കടത്ത് വഴി വന്ന വാഹനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? അതിൽ കുറച്ച് സംശയമുണ്ട് സുജി. അതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? അപ്പോൾ ഈ വാഹനം ആരുടേതാണ്, എവിടെ നിന്ന് വന്നു, എങ്ങനെ കൊണ്ടുവന്നു, ഇത്തരം കാര്യങ്ങൾ അത് വാങ്ങുന്നയാൾ സാധാരണഗതിയിൽ അന്വേഷിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ആ അന്വേഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. പ്രത്യേകിച്ച് ഇത്തരം ആഡംബര വാഹനങ്ങളൊക്കെയാണ്, അതിന് ഇത്രയും വിലയൊക്കെ കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന പ്രാഥമിക പരിശോധന നടത്താത്ത ആരാണുള്ളത്? ഏതൊരാളും അത് ചെയ്യുമല്ലോ. അപ്പോൾ ദുൽഖർ സൽമാനെ പോലെ ഒരാൾ, അല്ലെ പൃഥ്വിരാജിനെ പോലെ ഒരാൾ അങ്ങനെയൊന്നും അന്വേഷിച്ചില്ല, ഞങ്ങൾക്കറിയില്ലായിരുന്നു, അയ്യോ ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്ന കൂടുതൽ വാഹനം ദുൽഖറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് വലിയ കഷ്ടമാണ്. കാരണം അത് ഒളിപ്പിച്ചു വെക്കുക, അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക, എന്നിട്ട് എൻ്റെ കയ്യിൽ അതില്ലെന്ന് പറയുക. അപ്പോൾ അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ഐക്കണാണല്ലോ. അപ്പൊ അങ്ങനെ ഒരാള് ഈ പറയുന്ന നിയമവിരുദ്ധമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്നൊക്കെ അറിയുന്നതും കേൾക്കുന്നതും അദ്ദേഹത്തിന്റെ ആരാധകരെ സംബന്ധിച്ച് വലിയ കഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് അതിൽ ഈ പറയുന്ന മൊഴി അങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അന്വേഷണ ഏജൻസിക്ക് ചില സംശയങ്ങളുണ്ട്, അവർ കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യും. ജോഷി കുര്യൻ, ഓപ്പറേഷൻ നുംഖോർ തുടങ്ങിയപ്പോൾ മുതലുള്ള നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് പലതരത്തിൽ ഈ വാഹനങ്ങളെല്ലാം വന്ന് പലയിടങ്ങളിലായി ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ മാറ്റിയിട്ടും ഉണ്ടാകാം എന്നല്ലേ കരുതേണ്ടത്? സുജയ, ഈ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന എൻഡ് യൂസേഴ്സ് ഉണ്ടല്ലോ, ഈ വാഹനം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ, ഈ എൻഡ് യൂസേഴ്സിന് ഈ കേസിൽ എങ്ങനെ പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവർ വാഹനം വാങ്ങിയത് ഒരു ഇടനിലക്കാരൻ മുഖേനയാണ്. ആ ഇടനിലക്കാരൻ ഇവർക്ക് നൽകിയത് ഇന്ത്യയിലെ വാഹന രേഖകളാണ്. അതായത് ഇന്ത്യയിൽ ഒന്നെങ്കിൽ അമേരിക്കൻ കോൺസുലേറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സർക്കാർ മന്ത്രാലയം, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സൈന്യം ഉപയോഗിച്ചിരുന്ന അവിടെ നിന്ന് ലേലം ചെയ്ത വാഹനങ്ങൾ, ഇവയൊക്കെ തന്നെ പിന്നീട് രജിസ്റ്റർ ചെയ്തു, റീ രജിസ്റ്റർ ചെയ്തു എന്ന നിലയിലാണ് ഇവർക്കിൻ്റെ രേഖകൾ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു കള്ളക്കടത്ത് വാഹനമാണ് എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പരിവാഹൻ സൈറ്റിൽ, ഇന്ത്യയിലെ തന്നെ പരിവാഹൻ സൈറ്റിൽ ഈ വാഹനത്തിൻ്റെ എല്ലാ രേഖകളും ലഭ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കള്ളക്കടത്ത് വാഹനമാണ് തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് നിയമപരമായി വേണമെങ്കിൽ ഇവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് എന്നാണ് കസ്റ്റംസിൽ നടക്കം ഞാൻ മനസ്സിലാക്കുന്നത് സുജയ. പക്ഷേ ഇത് കള്ളക്കടത്താണ് ജോഷി. കള്ളക്കടത്തിന് കള്ളക്കടത്ത് എന്ന് തന്നെ പറയണം. അതിപ്പോൾ ദുൽഖർ സൽമാൻ ആണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും കാണിച്ചിരിക്കുന്നത് കള്ളക്കടത്തിന്റെ ഭാഗമായി കള്ളക്കടത്ത് നടത്തി വന്ന വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻഡ് യൂസർ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഇതിൽ മൊഴി എന്തായാലും കസ്റ്റംസ് പ്രിവെന്റീവ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. ദുൽഖറിന്റെ ഉടമസ്ഥയിലുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, നിസാൻ പട്രോൾ, പിന്നെ ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച നിസാൻ, ഇതെല്ലാം കസ്റ്റംസ് നേരത്തെ പിടിച്ചെടുത്തതാണ്. ഇനിയുമുണ്ട് വാഹനങ്ങൾ. ആ വാഹനങ്ങൾ എവിടെയാണ് എന്നത് കൃത്യമായി മറുപടി കൊടുക്കണം. മുഖ്യ സൂത്രധാരൻ ബിശ്വദീപ് ദാസാണ്. ബിശ്വദീപ് ദാസുമായി എന്താണ് ബന്ധം? ദുൽഖർ സൽമാൻ കുരുക്കിൽ തന്നെയാണ്. കസ്റ്റംസ് ഇനിയും ചോദ്യം ചെയ്യാൻ പോകുന്നു, ഇനിയും വിളിപ്പിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതിർത്തി കടന്നു വന്ന കാറുകൾ ദുൽഖറിന്റെ അടുത്ത് മാത്രമല്ല സിനിമാ മേഖലയിൽ മറ്റു പലർക്കും പോയിട്ടുണ്ട് എന്നും കേൾക്കുന്നു. എല്ലാവരുടെ കയ്യിലേക്കും എത്തുമ്പോൾ അതിന്റെ ഉടമസ്ഥത, അതല്ലെങ്കിൽ അതിന്റെ യൂസർ ആരായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു ബാക്ക്ലോഗ് അത് നിർബന്ധമായും ചെക്ക് ചെയ്യേണ്ടതാണ്. അത് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ മറുപടികൾ പറയാൻ ഇതുപോലെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ വരേണ്ടി വരും. വിജയകുമാർ, ചെന്നൈയിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്ന മറ്റു 2 ആഡംബര കാറുകൾ ആരുടെ ഉടമസ്ഥതയിലാണ്? അവ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഇത് ദുൽഖർ സൽമാന് പറയേണ്ടി വരും. അതാണ് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അറസ്റ്റിലായ മുഖ്യ സൂത്രധാരൻ ബിശ്വദീപ് ദാസുമായി ദുൽഖറിന് എത്ര നാളത്തെ പരിചയമുണ്ട്? മറ്റ് ഏതൊക്കെ പ്രമുഖർക്ക് ഇയാൾ വാഹനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്? അതും കണ്ടെത്തുമോ ഓപ്പറേഷൻ നുംഖോർ?